നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നമ്മൾ പച്ച വാൾപേപ്പറിന് ശേഷം വെള്ള വാൾപേപ്പർ വന്നിരിക്കണ്ടോ. അപ്പോൾ പച്ച പേപ്പറിൻ്റെ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അടുത്തതായിട്ട് ഈ ഒരു വൈറ്റ് ആണ് ഞാൻ ഇനി അടുത്ത് യൂസ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ കേട്ടോ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചെന്നെ കയറണം, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ നല്ല കൊട്ടിട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് പേപ്പർ. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു പച്ച ഉണ്ടല്ലോ, പച്ച നല്ല അടിപൊളിയായിരുന്നു, കാണാൻ നല്ല ലുക്ക്. പക്ഷേ ഈ വൈറ്റ് എനിക്ക് അത്ര പോരാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു പശ ഒട്ടിപ്പ് കാര്യങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു. എന്താ പറയുക, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. ഫസ്റ്റ് കണ്ട ആ ഒരു നല്ലൊരു പശ ഉണ്ടായിരുന്നു, ഒട്ടിക്കാനും സുഖമായിരുന്നു. പക്ഷേ അത് ചീന്തിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മരത്തിൻ്റെ മുകളിൽ ഒട്ടിച്ച കാരണം തന്നെ ചീന്തിരിക്കാനും കഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഗ്ലാസിൻ്റെ മുകളിലാണ് ഒട്ടിക്കുക, അപ്പോൾ ചീന്തിരിക്കാൻ പറ്റുള്ളൂ, മരത്തിൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടതിൽ ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും പണി കിട്ടിയത് മണ്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് മണ്ണുണ്ടായിരുന്നു മുകളിൽ ഗ്ലാസ് ഷീറ്റ് വിരിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് വേണ്ടി തുനിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് സക്സസ് ആവാതെ ഇറങ്ങാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ വാങ്ങിച്ചിട്ട് ഞാനിത് ഒട്ടിച്ചെടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റിൽ വന്നപ്പോൾ തന്നെ ആ ഒരു ടേബിളിന് അതേപോലെ മാർബിൾ ടൈപ്പിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് മുകളിൽ ഞാൻ ഉപയോഗിച്ച ഷീറ്റാണ് അത് അങ്ങനെ കേട്ടോ. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇടുക, സെറ്റപ്പായി അടിപൊളി. ഇനി ഈ ചൂടുള്ള കാര്യങ്ങൾ വെക്കുമ്പോഴൊക്കെ പൊന്നാതിരിക്കാനുള്ള ചാൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആൾക്ക് കമൻറ്റിൽ കാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂട്ടോ.